മക്കൾ മുഴുവൻ മരിച്ചിട്ടും വസിഷ്ഠൻ യാതൊരുവിധ പ്രതികാര നടപടികളും വിശ്വാമിത്രനെതിരെ ചെയ്തില്ല. അദ്ദേഹത്തിന് അതിനുള്ള ശക്തിയുണ്ട്, ഒന്നും ചെയ്തില്ല. അദ്ദേഹം തീർച്ചയായും എൻ്റെ മക്കളൊക്കെ മരിച്ചു, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ, ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിച്ച് അദ്ദേഹം ആദ്യം മേരുപർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് ചാടിയപ്പോൾ തല വന്നിട്ടൊരു കല്ലുമ്മ തട്ടി. പക്ഷെ അദ്ദേഹത്തിന് പഞ്ഞിമ തട്ടുന്ന പോലെ അത്ര തോന്നി, യാതൊരു കുഴപ്പമുണ്ടായില്ല, മരിച്ചില്ല. മരിക്കുന്നില്ല അല്ലേ, അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനിയൊരു കാര്യം ചെയ്യാം, തീയിൽ ചാടാം എന്ന് വിചാരിച്ച് അദ്ദേഹം അഗ്നി അങ്ങോട്ട് ജ്വലിപ്പിച്ചിട്ട് തീയിലേക്ക് ചാടിയപ്പോൾ അദ്ദേഹത്തിന് എയർ കണ്ടീഷൻ പോലെ അത്ര തോന്നി, വളരെ തണുപ്പ് കുളിരായിട്ട് തോന്നി, മരിച്ചില്ല. അവിടെ നിന്ന് കയറി പോന്നു. മരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ മരിക്കാൻ ഇനി മരിക്കാൻ വേറൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കടലിൽ ചാടുക. അങ്ങനെയുണ്ടൊരു കളി. കടലിൽ ചാടിയപ്പോൾ തിരമാലകൾ യാതൊരു പോറലും പറ്റാതെ വസിഷ്ഠൻ്റെ അടുത്ത് കരയ്ക്കല കൊണ്ടുവച്ചു.